ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ 26-അംഗ വേൾഡ് കപ്പ് സ്ക്വാഡ് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. നെയ്മർ ജൂനിയർക്ക് ഇടം നേടാൻ കഴിഞ്ഞു. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിൻ്റെ ടീമിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. വരുന്ന വേൾഡ് കപ്പിൽ നെയ്മറുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇതേക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് അടുത്ത വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് സാധിക്കും എന്ന് പറയാൻ തനിക്ക് പേടിയില്ല എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നെയ്മർ ജൂനിയർക്ക് വരുന്ന വേൾഡ് കപ്പിൽ വലിയ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കാനുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് സാധിക്കും, ഇത് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല. വേൾഡ് കപ്പിൽ നെയ്മർ വളരെയധികം പ്രധാനപ്പെട്ട താരമായിരിക്കും, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു വർഷത്തോളം ഞങ്ങൾ നെയ്മർ ജൂനിയറെ നിരീക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് സമയമായി അദ്ദേഹം നല്ല ഫിസിക്കൽ കണ്ടീഷനിലാണ്. തുടർച്ചയായി മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇതാണ് നെയ്മറെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് മുഴുവൻ സമയവും നെയ്മർ കളിക്കുന്നു, നല്ല പ്രകടനം പുറത്തെടുക്കുന്നു, ഗോളുകളും അസിസ്റ്റുകളും നേടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു വിശദീകരണമായിക്കൊണ്ട് വരുന്നത്. നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും സാന്റോസിന് വേണ്ടി ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ നെയ്മർ കളിക്കില്ല, അദ്ദേഹത്തിന് വിശ്രമമായിരിക്കും. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നെയ്മർ നടത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.